രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോപണങ്ങളെ നേരിടാനാവാതെ അദ്ദേഹത്തിന്റെ ജുബ്ബയിലെ പുരുഷ ബീജത്തെ കാണുന്നവരോട് തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിൽ കോൺഗ്രസിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കോൺഗ്രസ് പുറത്താക്കിയ പഴയ യൂത്ത് കോൺഗ്രസ് നേതാവാണ്, പഴയ MLA ആണ്. അദ്ദേഹം വന്നാണ് കോൺഗ്രസിനെ ഉണർത്തിയെടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ വികാരത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിട്ട 3-4 വീഡിയോകൾ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ, ചലനങ്ങൾ ചില്ലറയല്ല. അതുവരെ അലസമായി കിടന്നിരുന്ന സണ്ണി ജോസഫിനും രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും പ്രവർത്തകരിലേക്ക് വികാരങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ വികാരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്തൊക്കെയാണ് കൃത്യമായി സർക്കാരിനെതിരെ ഉന്നയിക്കേണ്ട ആരോപണങ്ങളെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. എന്തെല്ലാം തരത്തിലാണ് പിണറായി വിജയനെയും LDFനെയും പ്രതിരോധിക്കേണ്ടത് എന്ന രീതി നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആ ഘട്ടത്തിലാണ്, തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ആ പണി ചെയ്ത് കാണിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ, സാധാരണ കോൺഗ്രസ് അനുഭാവികളുടെ വലിയ പിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. ആ പിന്തുണയിൽ വിളറി പിടിച്ച VD സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും പിണറായി വിജയനും ഒരുമിച്ച് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോകളെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസം ശബരിമലയുമായി ബന്ധപ്പെട്ട് രാഹുൽ നിരത്തിയ കണക്കുകളെ പ്രതിരോധിക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം ഇട്ട ജുബ്ബയ്ക്കായി പ്രശ്നം. രാഹുൽ മാങ്കൂട്ടത്തിലിട്ട കറുത്ത ജുബ്ബയിൽ പുരുഷ ബീജത്തിന്റെ അടയാളമുണ്ടെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സൈബർ സെല്ലുകൾ, അതായത് സൈബർ സെല്ലുകൾ എന്ന് പറയുന്നത് VD സതീശന്റെ പെട്ടിയെടുപ്പുകാരായിട്ടുള്ള ഈ സൈബർ സെല്ലിലെ ചില ക്രിമിനലുകൾ വന്നിട്ട് ഇത്തരത്തിൽ അശ്ലീലമായ, നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അശ്ലീല കമന്റിടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജുബ്ബയിൽ പുരുഷ ബീജത്തിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും നിങ്ങൾ അധിക്ഷേപിക്കുകയാണ്. കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് 3 റേപ്പ് കേസുകൾ കോടതിയിൽ നിന്ന് ആശ്വാസം കിട്ടിയ രാഹുൽ പുറത്തിറങ്ങി ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. രാഹുൽ മാത്രമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഇപ്പോൾ രമേശ് ചെന്നിത്തലയില്ല, KC വേണുഗോപാൽ ഇല്ല, VD സതീശനില്ല, സണ്ണി ജോസഫ് ഇല്ല. കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തെ അഭിസംബോധന ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമേ ഉള്ളൂ. അതിനെ ഭയന്നാണ് നിങ്ങൾ ഇത്രയും പേരും കൂടി പിണറായി വിജയന്റെ സഹായത്തോടു കൂടി, പിണറായി വിജയന്റെ ഒത്താശയോടുകൂടി അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോയും ടെർമിനേറ്റ് ചെയ്യുന്നത്. നാണമില്ലേ നിങ്ങൾക്ക്? കഴിഞ്ഞ തവണ ഏറ്റവും അവസാനമായി നിങ്ങൾ ആ ശബരിമല വീഡിയോയെ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഇന്ത്യയിൽ ഒരിടത്തു നിന്നും ഇൻസ്റ്റാഗ്രാമിലൂടെ കാണാൻ കഴിയാത്ത വിധത്തിൽ ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് വച്ചിരുന്ന ശബരിമലയിലെ കണക്കുകളെ, നിങ്ങൾക്ക് ഇതുവരെ കഴിയാത്ത, നിങ്ങൾക്ക് പറയാൻ കഴിയാത്ത കണക്കുകൾ രാഹുൽ പറഞ്ഞപ്പോൾ ആ വീഡിയോ ടെർമിനേറ്റ് ചെയ്ത് കളയാണ് നിങ്ങൾ ചെയ്തത്. അല്ലാതെ എന്തിനാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രമാത്രം ഭയക്കുന്നത്? ഇപ്പോൾ അദ്ദേഹം ഇട്ട വേഷത്തെ ചൊല്ലിയായി തർക്കം. നിങ്ങളുടെ സൂക്ഷ്മദർശിനികൾ അദ്ദേഹത്തിന്റെ ജുബ്ബയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ആ ജുബ്ബയിലിട്ടിരിക്കുന്ന അടയാളം പുരുഷ ബീജത്തിൻ്റെതാണ് എന്ന് അദ്ദേഹത്തെ ലൈംഗികമായി വീണ്ടും വീണ്ടും നിങ്ങൾ താറടിച്ച് കാണിക്കുകയാണ്. നിങ്ങൾ ഒന്നോർക്കുക, നിങ്ങൾ തകർക്കും തോറും കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തകരുടെ പിന്തുണയോടുകൂടി ഉയർന്നു വരുന്ന കാഴ്ച നിങ്ങൾ കാണണം. ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങൾ പുറത്താക്കിയത് കൊണ്ട് നിങ്ങൾ എന്നേക്കുമായി രാഹുൽ മാങ്കൂട്ടത്തെ ഇല്ലാതാക്കാം, ഭാവിയിലെ ഉയർന്നു വരുന്ന ഒരു വലിയ നേതാവിനെ തകർത്ത് കളയാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞ, പിച്ച് ചീന്തി കളഞ്ഞ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി വന്നു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തകരെ ആവേശത്തിലാക്കാൻ. തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാനം ലാപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് പറഞ്ഞ 2-3 വീഡിയോകളെ നിങ്ങൾ എന്തിനാണ് VD സതീശൻ ഭയക്കുന്നത്? എന്തിനാണ് രമേശ് ചെന്നിത്തല ഭയക്കുന്നത്? എന്തിനാണ് സണ്ണി ജോസഫ് ഭയക്കുന്നത്? എന്തിനാണ് പിണറായി വിജയൻ ഭയക്കുന്നത്? നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. രാഹുൽ ഗാന്ധി 94 വീടുകൾ
വയനാട്ടിൽ വെച്ചു കൊടുത്തിട്ടുണ്ടെന്നും അവിടെ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട് എന്നും തെളിവുകൾ സഹിതം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് പറയാൻ കഴിഞ്ഞില്ല? കൈത്താങ് എന്ന പദ്ധതി വഴി രാഹുൽ ഗാന്ധി വെച്ചു കൊടുത്ത 94 വീടുകളിൽ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നു. പിണറായി വിജയൻ വെച്ചു കൊടുത്ത വീടുകളിൽ ഇപ്പോഴും ആൾ താമസമില്ല. ഇങ്ങനെയൊക്കെ സത്യം വിളിച്ചു പറയുന്ന ഈ രാഹുലിനെ നിങ്ങൾ വീണ്ടും വീണ്ടും അധിക്ഷേപിക്കുകയാണ്. രാഹുലിനെ അധിക്ഷേപിക്കുന്ന നിങ്ങളുടെ ഓരോ വാക്കുകളും, നിങ്ങളുടെ പെട്ടിയെടുപ്പുകാരായിട്ടുള്ള ഈ സൈബർ ഗുണ്ടകൾ രാഹുലിനെതിരായിട്ടുള്ള തൊടുത്തുവിടുന്ന ഓരോ വാക്കുകളും ചെന്ന് തറയ്ക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകന്റെ നെഞ്ചിലേക്കാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾക്കറിയാൻ കഴിയാതെ പോയത്. ആ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയത്. ആ കോൺഗ്രസ് പ്രവർത്തകർ നിങ്ങളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നിർവഹിക്കാൻ കഴിയാതെ വന്നത്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കോൺഗ്രസ് പ്രവർത്തകരുടെ ആ ഒരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ വീണ്ടും പ്രവർത്തന സജ്ജമാക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ 2-3 വീഡിയോ കൊണ്ട് വന്നത്. അവിടെയും നിങ്ങൾ അയാളെ വിടുന്നില്ല. അയാളെ വീണ്ടും വീണ്ടും കടന്നാക്രമിക്കുന്നു, ലൈംഗികമായി ആക്രമിക്കുന്നു. ഭയന്ന് അയാളുടെ വീഡിയോ ടെർമിനേറ്റ് ചെയ്യുന്നു, വീഡിയോ നശിപ്പിച്ച് കളയുന്നു. എന്തിനാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ ഭയക്കുന്നത്? ഓർക്കുക, രാഹുൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് തിരിച്ചു വരുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല. അറിയില്ലെങ്കിൽ ഈ വാക്കുകൾ കുറിച്ചിടുക. നാളെ രാഹുൽ വന്നിരിക്കും. നിങ്ങൾ പിച്ചു ചിന്തിയ ചെറുപ്പക്കാരൻ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാ കോൺഗ്രസ്സുകാരുടെയും കോൺഗ്രസ് അനുഭാവികളുടെയും വികാരം ഉൾക്കൊണ്ടുകൊണ്ട്, അവരുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട്, അവരെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ രാഹുൽ തിരികെ വരുമെന്നുള്ള കാര്യം നിങ്ങൾ കുറിച്ചിട്ടുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.